വിരൽ വ്യായാമം ചെയ്യൂ, ആരോഗ്യം നിലനിർത്തൂ എന്ന എൻ്റെ ആരോഗ്യ വിചാരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇത് വിരൽ വ്യായാമത്തിൻ്റെ 22ാം ഭാഗമാണ്. ഇന്ന് പറയാൻ പോകുന്ന വിരൽ വ്യായാമം തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാനും അതുപോലെ നമുക്ക് പൈൽസ്, മറ്റ് പുരുഷന്മാർക്കുള്ള ഉദ്ധാരണശേഷിക്കുറവ്, ഇതിനൊക്കെ ഒരു പരിഹാരം നൽകുന്ന നല്ലൊരു വിരൽ വ്യായാമമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബർ കുറഞ്ഞതുകൊണ്ട് ചാനൽ പോകുന്ന എല്ലാ ലക്ഷണമുണ്ട്. പ്ലീസ് ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ഒരാൾക്കെങ്കിലും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വ്യായാമം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ 2 കൈകളും ഉപയോഗിച്ചാണ് ഇത് ചെയ്യേണ്ടത്. ഈ 2 കൈകളും ഇങ്ങനെ ചേർത്ത് കോർത്ത് പിടിക്കുക. എന്നിട്ട് 2 പെരുവിരലില്ലേ, ഈ പെരുവിരൽ കോർത്ത് പിടിച്ച ചൂണ്ടുവിരലിൻ്റെ മുകളിലെ നടുമധ്യത്തിലായിട്ട് വെക്കുക. ഇതാ, ഞാൻ കുറച്ച് തിരിഞ്ഞിരുന്നിട്ട് കാണിക്കാം. ഇതാ, ഇങ്ങനെ കോർത്ത് പിടിക്കുക. അതിനുശേഷം ഈ ചൂണ്ടുവിരലിൻ്റെ നടുമധ്യത്തിലായിട്ട് 2 പെരുവിരലും അടുപ്പിച്ച് ഇങ്ങനെ വെക്കുക. എന്നിട്ട് പതുക്കെ ചെറുതായിട്ട് അമർത്തി കൊടുക്കുക. ഈ വ്യായാമം ദിവസവും 5 മിനിറ്റ് വീതം 3 നേരം ചെയ്യണം. തൊണ്ട സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഈ വ്യായാമം നല്ല ഒരു പരിഹാരം നൽകുന്നതാണ്. അതുപോലെ വിക്ക്, സംസാരിക്കുമ്പോൾ വിക്ക് ഉണ്ടാവില്ലേ ചിലർക്ക്, ആ വിക്ക് മാറാനും ഒരു 41-45 ദിവസം ചെയ്യുമ്പോഴേക്കും ആ വിക്ക് കുറഞ്ഞു വന്ന് ശരിയായ രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ അങ്ങനെ വിക്കുള്ളവർ ഇതിനൊപ്പം ഈ വ്യായാമത്തിനൊപ്പം സിംഹാസനം എന്ന് പറയുന്ന ഒരു ആസനമുണ്ട്. വജ്രാസനത്തിലിരുന്നിട്ട് സിംഹത്തെ പോലെ കൈ മുന്നിലേക്ക് വെച്ച് നാക്ക് ഇങ്ങനെ നീട്ടി ശ്വാസം എടുക്കുന്ന ആ സിംഹാസനം കൂടി ചെയ്യുക. അപ്പോൾ വളരെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകുന്നതാണ്. അതുപോലെ നമ്മുടെ ശബ്ദം മധുരമുള്ളതാക്കാനും ഈ വ്യായാമം വളരെ നല്ലതാണ്. തൊണ്ട സംബന്ധമായ ആ ഒരു കഫക്കെട്ടും അതൊക്കെ മാറിക്കിട്ടും. അതുപോലെ നമുക്ക് മാനസിക സമ്മർദ്ദം കുറക്കാൻ സാധിക്കുന്നതാണ്. ശരിയായ രീതിയിൽ രക്തചംക്രമണം ത്വരിതപ്പെടുത്തി മാനസിക സംഘർഷം, സമ്മർദ്ദം ഒഴിവാക്കുന്നതാണ്. അതുപോലെ ഈ ദഹിക്കാൻ എളുപ്പമില്ലാത്ത ആഹാരം കഴിക്കുകയും വെള്ളം വളരെ കുറവ് കുടിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് മലവിസർജനം ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ മലദ്വാരത്തിൽ വിണ്ടുകീറൽ സംഭവിക്കാം. ആ വിണ്ടുകീറൽ വന്ന് വലിയ അസഹനീയമായ ഒരു വേദനയായിരിക്കും. അപ്പോൾ ആ വേദന മാറാനും ഈ വ്യായാമം വളരെ നല്ലതാണ്. ഇതാ, ഇങ്ങനെ 2 കൈകളും കോർത്ത് പിടിക്കുക. അതിനുശേഷം ചൂണ്ടുവിരലിൻ്റെ നടുമധ്യത്തിലായിട്ട് ഇങ്ങനെ വെക്കുക. ഇതാ, പെരുവിരൽ 2ഉം അടുപ്പിച്ച് ഇങ്ങനെ വെക്കുക, അമർത്തി ഇങ്ങനെ പിടിക്കുക. അതുപോലെ പുരുഷന്മാർക്ക് ലിംഗോദ്ധാരണം കുറവായിട്ടുള്ള പുരുഷന്മാർക്ക് ഈ വ്യായാമം 41-45 ദിവസം ചെയ്യുകയും അതിനൊപ്പം ഉജ്ജയി പ്രാണായാമം ചെയ്യുകയും ചെയ്താൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. വളരെ എളുപ്പത്തിൽ തന്നെ റിസൾട്ട് അറിയുന്നതാണ്. ഒന്നുകൂടി കാണിച്ചു തരാം. വിരലുകൾ ഇങ്ങനെ കോർത്ത് പിടിക്കുക. ചൂണ്ടുവിരലിൻ്റെ നടുമധ്യത്തിലായിട്ട് പെരുവിരൽ 2ഉം അടുപ്പിച്ച് വെക്കുക, അമർത്തി കൊടുക്കുക. ഈ അസുഖമുള്ളവർ 15 മിനിറ്റ് വീതം ദിവസവും 3 നേരം ചെയ്യണം. അല്ലാത്തവർ ദിവസവും 5 മിനിറ്റ് വീതം 3 നേരം ചെയ്താൽ മതിയാവും. അസുഖം ഇല്ലാത്തവരും ചെയ്താൽ അത്തരത്തിലുള്ള അസുഖത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അത് വരാതെ ഒഴിവായി കിട്ടും. ഇതാ, ഇങ്ങനെ 2 കൈകളും കോർത്ത് പിടിക്കുക. ചൂണ്ടുവിരലിൻ്റെ നടുമധ്യത്തിലായിട്ട് പെരുവിരൽ 2ഉം അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഇതിനെ യോഗയിൽ സഹജ ശംഖ് മുദ്ര എന്നാണ് പറയുക. ഇതാ, വീഡിയോ ഓർമ്മയിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നൊന്ന് ഒരു പരാതിയുണ്ട്. അവർ വീഡിയോ ഒന്നിക്കിൽ സേവ് ചെയ്ത് വീണ്ടും
ആവർത്തിച്ച് നോക്കുക. അല്ലെങ്കിൽ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നിങ്ങൾ വീണ്ടും നോക്കുകയോ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വിരൽ വ്യായാമവുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ആരോഗ്യകരമായൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.